ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എനിക്ക് മെസ്സേജ് എല്ലാം അയച്ചിരുന്നു. ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അവരുടെ ഒരു പ്രശ്നമെല്ലാം വന്നതിന് ശേഷം എനിക്ക് മെസ്സേജ് അയച്ചതാണ്. അതായത് അവരുടെ ഫോണെല്ലാം ഫോർമാറ്റായി, അവരുടെ ഒരു യൂട്യൂബ് ചാനലെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ ഇതിൻ്റെ ജിമെയിൽ അഡ്രസ്സോ അല്ലെങ്കിൽ ഇതിൻ്റെ പാസ്വേഡ് ഒന്നും തന്നെ അവർക്കറിയില്ല. അപ്പോൾ എത്തരത്തിലാണ് ഇങ്ങനെ നമ്മുടെ ജിമെയിൽ അഡ്രസ്സ് അല്ലെങ്കിൽ പാസ്വേഡ് ഒന്നുമില്ല എങ്കിൽ എങ്ങനെയാണ് ഇത് റിക്കവർ ചെയ്യുക എന്ന് ചോദിച്ചാണ് അവർ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നത്. അപ്പോൾ പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിൽ നമ്മുടെ ജിമെയിൽ അഡ്രസ്സ് അല്ലെങ്കിൽ ഇതെല്ലാം തന്നെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കറക്റ്റായി ഇത് നോട്ട് ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ ഇത്തരത്തിൽ നമുക്ക് പിന്നെ എന്ത് ചെയ്യണം, എങ്ങനെയാണ് നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുക. നമ്മുടെ ഒരുപാട് വീഡിയോസ് എല്ലാം ആ ഒരു ചാനലിലെല്ലാം അപ്ലോഡ് ചെയ്തിട്ടെല്ലാം ഉണ്ടാകും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചോദിച്ചത്, ഇതുപോലെ നിങ്ങളുടെ ചാനലിൽ പോവുകയാണെങ്കിൽ അതിൽ ഡിസ്ക്രിപ്ഷനിൽ എവിടെയെങ്കിലും ഇത്തരത്തിൽ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാം കൊടുത്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനെല്ലാമാണ്. എന്നാൽ അവരുടെ ചാനലിൻ്റെ ലിങ്ക് എല്ലാം തന്നു. അതിൽ ഇത്തരത്തിൽ അവരുടെ ഡീറ്റെയിൽ ഒന്നും തന്നെ, അതായത് ജിമെയിൽ അഡ്രസ്സോ അല്ലെങ്കിൽ മറ്റു ഇൻഫർമേഷൻ ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ യൂട്യൂബ് അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യുക, എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ID എല്ലാം കണ്ടെത്താൻ സാധിക്കുക, ഇതിനെക്കുറിച്ചെല്ലാമാണ് നമ്മൾ നോക്കുന്നത്. ഇതിനായി ആദ്യം തന്നെ നിങ്ങൾ ഗൂഗിൾ എന്നതിൽ പോവുക. ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ഇത്തരത്തിൽ ജിമെയിൽ അഡ്രസ്സ് എല്ലാം കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ എല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത്, ഇതുപോലെ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരുടെയും ഫോൺ നമ്പർ എല്ലാം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാനാണ്. അതായത് നമുക്കിവിടെ ഇമെയിൽ അഡ്രസ്സ് അറിയില്ല എങ്കിൽ നമ്മുടെ ഫോൺ നമ്പർ, അതായത് നമ്മൾ ഈ ഒരു ID ക്രിയേറ്റ് ചെയ്തതിൽ ഏതെങ്കിലും ഫോൺ നമ്പർ എല്ലാം ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫോൺ നമ്പർ വെച്ച് നമുക്ക് നമ്മുടെ ID എല്ലാം ഐഡൻറ്റിഫൈ ചെയ്യാം. ഇപ്പോൾ ഉദാഹരണമായി അവരുടെ അമ്മയുടെ നമ്പർ, അതുപോലെ അച്ഛൻ്റെ നമ്പർ, ഏട്ടൻ്റെ നമ്പർ, ഇങ്ങനെ എല്ലാവരുടെ നമ്പറും അതിൽ എൻ്റർ ചെയ്തിരുന്നു. അപ്പോൾ അമ്മയുടെ നമ്പറിലേക്ക് ഒരു OTP എല്ലാം പോയി എന്ന് പറഞ്ഞു. അപ്പോൾ അതിനാൽ തന്നെ അവരുടെ ആ ഒരു ജിമെയിൽ അഡ്രസ്സ് എല്ലാം തന്നെ ക്രിയേറ്റ് ചെയ്തിരുന്നത് അമ്മയുടെ നമ്പർ എല്ലാം വെച്ചായിരുന്നു. അതിനാൽ തന്നെ അവർക്കത് റിക്കവർ ചെയ്യാനെല്ലാം സാധിച്ചു. അതായത് ഈ OTP എല്ലാം നമ്മൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ജിമെയിൽ അഡ്രസ്സ് ഏതാണ് എന്നെല്ലാം ഇവിടെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇതിനായി ആദ്യം തന്നെ നമ്മൾ പോകേണ്ടത് ഇവിടെ ഈ വന്നിരിക്കുന്ന ഫോർഗോട്ട് ഇമെയിൽ എന്ന ഓപ്ഷനിലാണ്. അതായത് നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് എല്ലാം നമ്മൾ മറന്നുപോയി എന്നതിൽ ടാപ്പ് ചെയ്യുക. ഇത്തരത്തിൽ പോകുമ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. ഇനി നമ്മുടെ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണിക്കുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് എന്നതിൽ ടാപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിവിടെ നമ്മുടെ ഫസ്റ്റ് നെയിം എല്ലാം തന്നെ എൻ്റർ ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. അതുപോലെ സർനെയിം എന്നത് ഓപ്ഷനിലാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു നെയിം എല്ലാം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് എന്ന് കൊടുത്തു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതുപോലെ ഒരു OTP എല്ലാം തന്നെ എൻ്റെ ഈ ഒരു നമ്പറിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് OTP സെൻഡ് ചെയ്യണോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. നമുക്കിവിടെ സെൻഡ് എന്ന് കൊടുക്കാം. ഇനി ഇവിടെ ഈ 6 ഡിജിറ്റ് OTP എല്ലാം ഇവിടെ എൻ്റർ ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ അക്കൗണ്ടിൻ്റെ ഇതിൻ്റെ ഇൻഫർമേഷൻ എല്ലാം ലഭിക്കുക. ഇപ്പോൾ ഈ ഒരു OTP എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു OTP നമ്മൾ എൻ്റർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്നതിൽ ടാപ്പ് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ ജിമെയിൽ അക്കൗണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഏത് അക്കൗണ്ടാണ് നമ്മുടെ ഫോണുമായി ടാഗ് ചെയ്തിരിക്കുന്നത് ആ ഒരു ജിമെയിൽ ID എല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ജിമെയിൽ അഡ്രസ്സ് മറന്നു പോയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഫോൺ നമ്പർ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഏത് ID യാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആ ജിമെയിൽ IDയുടെ അതിൻ്റെ ID എല്ലാം നിങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് വളരെ ഈസിയായി ഈ ഒരു ജിമെയിൽ ID നിങ്ങളുടെ ഗൂഗിളിൽ എൻ്റർ ചെയ്തതിന് ശേഷം ഫോർഗോട്ട് പാസ്വേഡ് എന്ന് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് OTP എല്ലാം വരും. അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതുപോലെ ഇതിൻ്റെ പാസ്വേഡ് എല്ലാം റീസെറ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ വളരെ ഈസിയായി നമുക്ക് ഈ ഒരു കാര്യമെല്ലാം ചെയ്യാം. എന്നാൽ നിങ്ങൾ ID എല്ലാം ക്രിയേറ്റ് ചെയ്യുമ്പോൾ, അതായത് നിങ്ങൾ ഒരു ജിമെയിൽ അഡ്രസ്സ് എല്ലാം നിങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതിൽ നിങ്ങളുടെ ഫോൺ നമ്പർ എല്ലാം എൻ്റർ ചെയ്തിരിക്കുക എന്നത്. കാരണം ഇത്തരത്തിലുള്ള വലിയ റിസ്ക് ഉള്ള ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് നിങ്ങളുടെ അക്കൗണ്ട് റിക്കവർ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ പാസ്വേഡ് മറന്നുപോയാൽ, ഇനി നിങ്ങൾക്ക് ID മറന്നുപോയാൽ, ഇതെല്ലാം തന്നെ തിരിച്ചു കിട്ടണമെങ്കിൽ ഇതിനെല്ലാം തന്നെ ഇത്തരത്തിൽ നിങ്ങളുടെ ഫോൺ നമ്പർ എല്ലാം ഫീഡ് ചെയ്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്.
അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് പേർ ഇതുപോലെ ID ഒന്നും അറിയാതെ അല്ലെങ്കിൽ ഇതുപോലെ അവർക്ക് പാസ്വേഡ് എല്ലാം മറന്നു പോയത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ ലോഗിൻ ചെയ്യാതെ എല്ലാം ബുദ്ധിമുട്ടുന്നവർ ഒരുപാട് പേരെല്ലാം ഉണ്ടാകും. അപ്പോൾ അവർക്ക് ഈ ഒരു ഇൻഫർമേഷൻ എല്ലാം വളരെ ഗുണം ചെയ്യുന്നതായിരിക്കും.